أنا في الدنيا تدمو لوحدي لكان فيها رسول الله مخلدا. ഈ അവസാനിക്കേണ്ടതായ ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരാൾ ഒരിക്കലും മരിക്കാതെ അനശ്വരമായി കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമായിരുന്നുവെങ്കിൽ അതാരായിരിക്കുമെന്നറിയുമോ? ഈ ദുനിയാവിൽ ഒരിക്കലും മരിക്കാതെ കാലാകാലം നിൽക്കുമെന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ മറ്റാരുമല്ല അറബ് നാട്ടിലെ മാമലകളെ മുഴുവനും കനക കൊട്ടാരങ്ങളാക്കി തരാമെന്ന് തിരുസവിധത്തിൽ ജിബ്രീൽ എന്ന മാലാഖ മുഖേന പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ വിഹായസിലെ ആത്മീയ ഇതിഹാസമായി കൊണ്ട് ആത്മീയ നക്ഷത്രമായി മാറിയ ഒരു നേതാവുണ്ടല്ലോ. അന്ധതയിലും അന്ധകാലത്തിലും മരകതവർത്തിരുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് സമാധാനത്തിന്റെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ സുന്ദരമായ സന്ദേശം നൽകിക്കൊണ്ട് കടന്നു വന്ന ഒരു നിധിയുണ്ടല്ലോ. ഏതൊരു നിധി എന്നറിയുമോ? മതിവരാത്തതായ മലർവനീയമായ മഹജമായ മഹത്തരമായ മദീനയിലെ പച്ചക്കുപ്പയിന്റെ കീഴിൽ അന്തിറങ്ങുന്ന ഒരു നേതാവുണ്ടല്ലോ. ഷഫീഉ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നേനെ ഒരിക്കലും മരിക്കാത്തതെന്ന് വിശുദ്ധ ഖുർആനല്ല പറഞ്ഞത്, മുത്തുനബിയല്ല പറഞ്ഞത്. പ്രമുഖരായ സാഹിത്യകാരന്മാർ അവരുടെ ഏടുകളിൽ കുറിച്ചു വെച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹിരാകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും അതിനപ്പുറത്താണെങ്കിലും മരണം നിന്നെ തേടി വരുമേ. ഇത് ഇളിയവനായ മുസ്ലിം പറയുന്നതല്ല, ഇത് ഈ ഉദ്ഘാടനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദിൽ പറയുന്നതല്ല. ഇത് പറയുന്നത് ആരാണെന്നറിയുമോ? അല്ലാഹു എന്ന ജഗന്നിയന്താവായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ റബ്ബായ അല്ലാഹു തന്റെ പരിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യർക്ക് ലോകമർദ്ദകുലത്തിന് മുഴുവനും ഓതിക്കൊടുക്കുകയാണ്. أينما تكونوا يأتي بكم الموت ولو كنتم في بروج مشيدة. മരണം നിന്നെ വന്നെത്തിയാൽ, മരണത്തിന്റെ സമയം നിന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പിന്നെ ഏത് വലിയ ടവറിന്റെ മുകളിൽ ഇരിക്കട്ടെ, പിന്നെ ഏത് വലിയ കൊട്ടാരത്തിലിരിക്കുന്നവനാകട്ടെ, പിന്നെ ഏത് വലിയ രാജാവാകട്ടെ, പിന്നെ ഏത് വലിയ മന്ത്രിയാകട്ടെ, പിന്നെ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകട്ടെ, ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകട്ടെ, ഏത് രാജ്യത്തിന്റെ അധിപനാകട്ടെ, മരണം നിന്നെ തേടി വന്നാൽ, നീ ഏത് കൊട്ടാരത്തിനുള്ളിൽ കയറി ഒളിച്ചാലും, നീ ബഹിരാകാശത്തേക്ക് കടന്നു കളഞ്ഞാലും, നീ മറ്റേതെങ്കിലും ഗോളത്തിലേക്ക്, പ്ലൂട്ടോയിലേക്കോ അതല്ല നെപ്റ്റ്യൂണിലേക്കോ അതല്ല സാറ്റർൻ, ജൂപ്പിറ്റർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്ക് നീ ഒളിച്ച് താമസിക്കാമെന്ന് കരുതിയാലോ, മരണമെന്ന പരമസത്യം നിന്നെ തേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എവിടേക്കും രക്ഷയില്ല. പിന്നെ നിനക്ക് പോകേണ്ടത് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് നൽകണേ. 2010 മെയ് മാസം 22-ാം തീയതി മറന്നുപോകല്ലേ ആ ദിവസം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മറന്നുപോകല്ലേ. 2010 മെയ് മാസം 22-ാം തീയതി ഇന്നലെയല്ലേ നമ്മളിൽ നിന്നും 6 വർഷം ആ സംഭവം നടന്നിട്ട് തിരിഞ്ഞത്. സഹോദരങ്ങളെ, ദുബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മംഗലപുരം എയർപോർട്ടിലേക്ക് പറന്നു നീങ്ങിയ എയർ ഇന്ത്യ എന്ന വിമാനം 160ഓളം യാത്രക്കാരുമായിക്കൊണ്ട് 160ഓളം വരുന്ന യാത്രക്കാരുമായിക്കൊണ്ട് 6ഓളം വരുന്ന ജോലിക്കാരെയും കൊണ്ട് യാത്ര ചെയ്ത എയർ ഇന്ത്യ എന്നൊരു വിമാനമുണ്ടല്ലോ.
കത്തിയെരിഞ്ഞ് ചാമ്പലായത് മെയ് മാസം 22-ാം തീയതിയല്ലേ? ഇന്നലെയല്ലേ 6 വർഷം നമ്മളിൽ നിന്നും തികഞ്ഞുപോയത്? സഹോദരങ്ങളെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇത് അവരുടെ അവസാന യാത്രയാണെന്ന്. അവരുടെ സ്വപ്നങ്ങളല്ലേ അവിടെ കത്തിച്ചാമ്പലായിരുന്നത്. അവരുടെ എത്രയോ നീണ്ട സ്വപ്നങ്ങളാണ് അവിടെ കത്തിച്ചാമ്പലായത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മാസമല്ലേ, ജൂണിൽ സ്കൂൾ തുറക്കുന്നതല്ലേ? അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പുതിയ ബാഗ് മേടിക്കാമെന്ന് കരുതിക്കൊണ്ട് പുതിയ ബാഗുകളുമായി കൊണ്ട് വന്ന പ്രിയപ്പെട്ട പിതാക്കൾ തന്റെ ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്റെ മക്കളും ഭാര്യമാരും എയർപോർട്ടിലേക്ക് വന്ന് കാത്തു നിൽക്കുകയാണ്. എനിക്ക് പുതിയ ബാഗ് എന്ന വാപ്പിച്ചായി കൊണ്ടുതരുമല്ലോ, എനിക്കിന്ന് പുതിയ വാച്ച് എന്ന വാപ്പ കൊണ്ടുതരുമല്ലോ, എനിക്കിന്ന് എന്റെ പുതിയ വസ്ത്രം, എനിക്കിന്ന് കുഞ്ഞിക്കുപ്പായം തുടങ്ങിയ മറ്റെല്ലാ വസ്തുക്കളും ഇന്ന് ദുബായിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട പിതാവ് കൊണ്ടുവരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മംഗലാപുരം എയർപോർട്ടിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭാര്യമാരും പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരന്മാർ രാവിലെ 6:30 കഴിയുമ്പോഴേക്കും ടിവിയിൽ ഇതാ വാർത്ത വരുന്നു, എയർപോർട്ടിൽ ഇതാ വാർത്ത പടരുന്നു. ദുബായിൽ നിന്നും മംഗലാപുരത്തേക്ക് പറന്നു വന്ന എയർ ഇന്ത്യ എന്ന വിമാനം കത്തിയെരിഞ്ഞ് ചാമ്പലായി. അല്ലാ 160 യാത്രക്കാരിൽ നിന്നും 158 പേരും കത്തിയെരിഞ്ഞ് ചാമ്പലായെന്ന് പത്രവാർത്തകളിൽ വരുമ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇത് അവരുടെ അവസാന സ്വപ്നയാത്രയാണെന്ന്. സുബ്ഹാനല്ലാഹ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയായ മക്കത്തുൽ മുക്കറമയിൽ വെച്ച് ഏതാനും ഹാജിമാർ, 100ഓളം വരുന്ന ഹാജിമാർ ഈ ലോകത്തിൽ നിന്നും ഇഹലോകവാസം അടിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭൂമിയിൽ അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മക്കത്തുൽ മുക്കറമയുടെ കഅബാലയത്തിന്റെ മുറ്റത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു പാലക്കാട്ടുകാരി ഇല്ലായിരുന്നു. സഹോദരങ്ങളെ മരണം നീ ഏത് ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ, അത് നീ പള്ളിക്കുള്ളിലാകട്ടെ, മക്കയിലാകട്ടെ, മദീനയിലാകട്ടെ, ആകാശത്താകട്ടെ, ഭൂമിയിലാകട്ടെ, നിന്റെ വീട്ടിലാകട്ടെ, നിന്റെ സീക്രട്ട് റൂമിലാവട്ടെ, നിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സെക്യൂരിറ്റിയോടൊപ്പമാകട്ടെ, മരണം നിന്നെ തേടി വന്നാൽ പിന്നെ നിനക്ക് രക്ഷയില്ല. പിന്നെ നീ എങ്ങോട്ടോടും? കാരണം അസ്രായീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടിയാണ് മരണം നിന്റെ റൂഹ് പിടിക്കലെന്ന് നബി മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞ ദിവസമല്ലേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ കേരളത്തെ അജയ്യമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ആനക്കര കോയക്കുട്ടി ഉസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏറ്റവും വലിയൊരു വിടവാങ്ങലല്ലായിരുന്നോ ആനക്കര ഉസ്താദ്? അതിന് തൊട്ടു മുമ്പ് തന്നെ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, അവരുടെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ സുബ്ഹാനല്ലാഹ്. ഓരോരോ പണ്ഡിതന്മാർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളമായി കൊണ്ട് എണ്ണിയതിൽ വെച്ച് ആദ്യമായി കൊണ്ട് എണ്ണിയ ചെറിയ അടയാളങ്ങളിൽ ഒന്നാണല്ലോ നല്ല സാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അവരിലേക്ക്, ആ സമുദായത്തിലേക്ക് ഖിയാമത്ത് നാൾ അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് പ്രവാചകൻ എന്നറിയുമോ? ശ്രീ വിമോചകൻ, പ്രബോധകൻ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പാശ്ചാത്യർക്ക് സമാധാനവും യുദ്ധവും. എന്താണ് സമാധാനം എന്ന് പഠിപ്പിച്ച ലിയോ ടോൾസ്റ്റോയ് എന്ന മഹാനായ ഒരു സാഹിത്യകാരനുണ്ടല്ലോ, ലിയോ ടോൾസ്റ്റോയ്. പാശ്ചാത്യർക്ക് സമാധാനം പഠിപ്പിച്ചയാൾ. സമാധാനവും യുദ്ധവും എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പോലും പറഞ്ഞു പോയില്ലേ, എനിക്ക് സമാധാനം പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരങ്ങളെ,
അള്ളാന്റെ റസൂൽ നൂറ് മഹാന്മാരിൽ ഏറ്റവും ഉന്നതാണെന്ന് മൈക്കിൾ ചാട്ട് എന്ന പ്രമുഖനായ സാഹിത്യകാരനും പ്രമുഖനായ കണ്ടുപിടുത്തക്കാരനുമായ മൈക്കിൾ ചാട്ട് പറഞ്ഞുവെങ്കിൽ അതേ മുത്തുനബിയാണ് പറയുന്നത്. ഏത് മുത്തുനബി എന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ അവസാന സൂക്തത്തിൽ അല്ലാഹു എന്ന ജഗന്നിയന്താവായ സർവേശ്വരനായ പടച്ച റബ്ബ് ആ റബ്ബ് തന്റെ പ്രവാചകനെ വിശേഷിപ്പിച്ച റഹീമും റഊഫുർ റഹീമും എന്ന നാമങ്ങളിൽ തന്റെ പ്രവാചകനെ വിശേഷിപ്പിച്ച അതേ ജഗന്നിയന്താവ് വിശേഷിപ്പിച്ച അതേ സത്യാസത്യ വിവേചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, മരണത്തിന്റെ സമയമായാൽ പിന്നെ നീ ലോകത്തിന്റെ ഏത് കോണിലേക്ക് ഓടിയാലും നിനക്ക് മരണം വരുമെന്ന് വിശുദ്ധ ഖുർആൻ.